Hello students, welcome to another session of Benzil JRF Rank Booster series. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കൈനറ്റിക്സിൽ നിന്ന് 2025 ചോദിച്ചിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ലോ ഫോർ ദ റിയാക്ഷൻ N2O2 gas giving to NO gas is first order in the concentration of N2O2. If the initial concentration of N2O2 is 1 mole per decimeter cube, the expression for time-dependent behavior of concentration of NO in mole per liter is okay. അതായത് N2O2വിൻ്റെ റിയാക്ഷൻ ആണ്. സോ ഞാൻ N2O2വിൻ്റെ കേസോടെ എഴുതുകയാണ്. N2O2 എന്നുള്ളത് ഗ്യാസ് ആണ്. അത് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്തിട്ട് രണ്ട് NO ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു ഡൈമർ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് മോണോമേഴ്സ് ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ അവിടെ കാണുന്നത്. അത് N2O2വിൻ്റെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഓർഡർ ആണ്, വിച്ച് മീൻസ് അത് എക്സ്പെരിമെന്റൽ ഡാറ്റയാണ്. therefore I can write that my rate is equal to K times concentration of N2O2. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് the initial concentration of N2O2 is 1 mole per decimeter cube. സോ വീണ്ടും മനസ്സിലാക്കാം, ഡെസിമീറ്റർ ക്യൂബ് എന്നാൽ 1 ഡെസിമീറ്റർ ക്യൂബ് എന്നാൽ അത് 1 ലിറ്റർ ആണ്. SI യൂണിറ്റ് അല്ല, പക്ഷെ നമ്മൾ വോളിയത്തിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ലിറ്റർ അഥവാ ഡെസിമീറ്റർ ക്യൂബ് എന്നുള്ളത്. സോ റേറ്റിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. N2O2 ഡിസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 NOനെയാണ് നൽകുന്നത്. അപ്പോൾ ഞാൻ ടൈം T is equal to 0 seconds കൺസിഡർ ചെയ്യുമ്പോൾ യൂണിറ്റ്സ് ലിറ്ററിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ N2O2വിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് 1 mole per liter എന്നുള്ള രീതിക്കാണ്. ആ സമയത്ത് NO ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ T is equal to 0 seconds ആണ്. ഇനി മറിച്ച് കുറച്ച് സമയം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടൈം T ആകുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയുന്നു എൻ്റെ N2O2വിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 ആയിരുന്നുവെങ്കിൽ എത്ര ഡിക്രീസ് ചെയ്യും? ഞാൻ പറയുകയാണ് X എന്നൊരു കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് ഞാൻ ആർബിട്രറിൽ കൊടുക്കുന്ന ഒരാളാണ് X എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണാം N2O2വിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, പക്ഷെ NOയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അതായത് ഒരു N2O2 റിയാക്ട് ചെയ്താൽ 2 NO കിട്ടും. ശരിയല്ലേ? അതായത് എൻ്റെ N2O2വിൻ്റെ കോൺസെൻട്രേഷൻ X കുറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി 2X കോൺസെൻട്രേഷൻ NOയുടെ കേസിൽ ഫോം ചെയ്യപ്പെടണം. കാരണം സ്റ്റോഷിയോമെട്രിക്കലി അവരുടെ റേഷ്യോ 1:2 എന്ന നിലയ്ക്കാണ്. സോ ഒരു X ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ 2X ഫോം ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ക്ലിയർലി മനസ്സിലാക്കാനായിട്ട് കഴിയും. ചോദിക്കുന്നത് എന്താണ്? ദ എക്സ്പ്രഷൻ ഫോർ ദ ടൈം ഡിപ്പെൻഡൻറ്റ് ബിഹേവിയർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NO. NOയുടെ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിൻ്റെ ഒരു എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ നോക്കിയേ, ടൈം T സെക്കൻഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന NOയുടെ കോൺസെൻട്രേഷൻ ശരിക്കും 2X അല്ലേ? സോ എൻ്റെ ഡ്യൂട്ടി 2X കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലേ? 2X കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നത് റേറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ N2O2 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? N2O2വിൻ്റെ കേസിൽ ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കൊടുത്തു നോക്കാം. എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ എക്സ്പ്രഷൻ വരുന്നത്? AT is equal to A0 times e to the power minus KT, അല്ലേ? സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് ഓർഡറിൽ N2O2 എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് N2O2വിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് N2O2വിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം 0 ഇൻറ്റു e⁻KT എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, N2O2വിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T അത് ആക്ച്വലി 1 - X ആണല്ലോ. നമ്മളുടെ നൊട്ടേഷൻ പ്രകാരം അത് 1 - X ആണ്. therefore 1 - X is equal to N2O2വിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് 0th സെക്കൻഡ് അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് N2O2 അല്ലേ? 0th സെക്കൻഡിൽ അത് 1 അല്ലേ? therefore 1 - X is equal to 1 into e⁻KT എന്നൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ അല്ലേ? എൻ്റെ ഡ്യൂട്ടി X കണ്ടെത്താനാണോ? അല്ല, എൻ്റെ ഡ്യൂട്ടി NOയുടെ കോൺസെൻട്രേഷൻ എങ്ങനെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു അത് തരുന്ന എക്സ്പ്രഷൻ 2X ആണ്. സോ ഐ ഹാവ് ടു ഫൈൻഡ് 2X. 1 - X ഇവിടുന്ന് കിട്ടി. സോ 1 - X കിട്ടിക്കഴിഞ്ഞാൽ Xൻ്റെ വില എന്തായിരിക്കും? അത് 1 - e⁻KT ആയിരിക്കും. ഓക്കെ, therefore എനിക്ക് കണ്ടെത്തേണ്ടുന്ന 2X എന്ന് പറയുന്നത് ആക്ച്വലി 2 into 1 - e⁻KT ആയിരിക്കും. ഇത് എന്തിനാണ് തരുന്നത്? ദിസ് ഗീവ്സ് ദ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NO അറ്റ് ടൈം T. ഒരു ഗിവൺ ടൈം Tയിൽ NOയുടെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന ഫംഗ്ഷൻ ആണ് നിങ്ങളുടെ കാണുന്നത്. നിങ്ങൾ Tക്ക് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര NO ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിൽ എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും. 100 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100th സെക്കൻഡിൽ എത്ര NO ഉണ്ടെന്ന് കാണാൻ കഴിയും. സോ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈമിനനുസരിച്ചുള്ള NOയുടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയല്ലേ ഇവിടെ ക്വസ്റ്റനിൽ ചോദിക്കുന്നത്. ദ എക്സ്പ്രഷൻ ഫോർ ടൈം ഡിപ്പെൻഡൻറ്റ് ബിഹേവിയർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NO
അത് 2x ആണ്. ആൻഡ് ദാറ്റ് ഇസ് 2 into 1 minus e raised to minus kt which corresponds to option A and that's your answer. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരുപക്ഷെ എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പരമാവധി പ്രോബ്ലം പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതും ഈ പ്രോബ്ലത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു സെഷനിൽ ഇതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ലേൺ വെൽ. താങ്ക് യു.